വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മിന്നും വിജയം നേടുന്ന ആദ്യത്തെ സൂപ്പർ പാർട്ടി അത് തമിഴ്നാടിൻ്റെ സ്വന്തം TVK ആണോ? ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ TVKയ്ക്ക് മുന്നേയും മിന്നും വിജയം നേടിയ പാർട്ടികളുണ്ട്. അസമിൽ അസം ഗണപരിഷത്ത് അധികാരത്തിലെത്തുന്നത് പാർട്ടി രൂപീകരിച്ച് വെറും 2 മാസത്തിനുള്ളിലാണ്. അതും 1985. തെലുങ്കുദേശം പാർട്ടിയാവട്ടെ ഭരണം പിടിക്കുമ്പോൾ കേവലം 9 മാസമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. സൂപ്പർ താരം NT രാമറാവുവിൻ്റെ മാസ് അപ്പീലിൻ്റെ ശക്തിയിൽ തെലുങ്കുദേശം പാർട്ടി ആന്ധ്രയിൽ ജയിച്ചു കയറുന്നത് 1983-ലാണ്. പാർട്ടി രൂപീകരിച്ച് 1 വർഷത്തിനകം രാജ്യ തലസ്ഥാനം തൂത്തുവാരിയ ഒരു കൂട്ടരുണ്ട്, ആം ആദ്മി പാർട്ടി. 2013-ലാണ് അവർ ഡൽഹിയിൽ ജയത്തിൻ്റെ തുടക്കമിടുന്നത്. ഇത്തരത്തിൽ വിരളവും എന്നാൽ ശ്രദ്ധേയവുമായ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് ഒരു പുതിയ എൻട്രിയാണ് വിജയുടെ നേതൃത്വത്തിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന TVK പാർട്ടി നടത്തിയിരിക്കുന്നത്. കേവലം 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, അതിന് 18 മാസം മാത്രം ആക്റ്റീവ് പൊളിറ്റിക്സിൽ പരിചയമുള്ള ഒരു നേതാവ്. എന്നിട്ടും അയാൾ വന്നു മുതൽവനായി. C. ജോസഫ് വിജയ്. അവിശ്വസനീയമാണ് അയാളുടെ സിനിമയും രാഷ്ട്രീയവും ജീവിതവുമെല്ലാം. കമലഹാസനും രജനീകാന്തും മുട്ടുമടക്കിയിടങ്ങളിൽ എങ്ങനെയാണ് ദളപതി വിജയ് വെട്രിക്കൊടി നാട്ടിയത്? കേവലം 2 വർഷം മുൻപ് മാത്രം ഉദയം കൊണ്ട TVK എങ്ങനെയാണ് ദ്രാവിഡ മണ്ണിന്റെ ഉയരങ്ങളിലേക്ക് കയറിയത്? DMK എന്ന ബ്രാൻഡിനെ എങ്ങനെയാണ് അയാൾ തോൽപ്പിച്ചത്? നമുക്കൊന്ന് പരിശോധിക്കാം. ഒറ്റക്കക്ഷി എന്ന നിലയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീശിയടിച്ചത് ഒരർത്ഥത്തിൽ വിജയ് കൊടുങ്കാറ്റ് തന്നെയായിരുന്നു. അതിൽ മാറി മറിഞ്ഞതാകട്ടെ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭൂപടവും. തമിഴ്നാട്ടിൽ 6 പതിറ്റാണ്ട് നീണ്ട ദ്രാവിഡ പാർട്ടികളുടെ മേൽക്കോയ്മയാണ് വിജയ് ഒറ്റയടിക്ക് തിരുത്തി കുറിച്ചത്. ഒരു രാഷ്ട്രീയ അതികായൻ എന്ന നിലയിലുള്ള വിജയുടെ മാസ് എൻട്രി ശരിക്കും ഒരു സിനിമ ബ്ലോക്ക് ബസ്റ്ററിന് തുല്യമായാണ് വാഴ്ത്തപ്പെടുന്നത്. തമിഴ്നാടിനെ സംബന്ധിച്ച് സിനിമയും രാഷ്ട്രീയവും രണ്ടല്ല, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. MGRും ജയലളിതയും സിനിമയിൽ നിന്ന് തമിഴകത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലെത്തി. അതുകൊണ്ട് തന്നെ തമിഴ്നാട് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കുള്ള ദൂരം വളരെ ഈസിയാണ് എന്ന് പറഞ്ഞാൽ അതത്ര ശരിയല്ല. കാരണം സിനിമയിൽ നിന്ന് വന്ന് രാഷ്ട്രീയത്തിലേക്കെത്തി ഗതി കിട്ടാതെ പോയവരുടെ എണ്ണമാണ് താരതമ്യേന കൂടുതൽ. ശിവാജി ഗണേശനും കമൽഹാസനും വിജയകാന്തുമൊക്കെ ഇതിനുദാഹരണങ്ങളാണ്. ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു വെള്ളക്കുപ്പായവും തയ്ച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്ന ആളല്ല വിജയ്. അതിനു പിന്നിൽ കാലങ്ങളായുള്ള കൃത്യമായ ആസൂത്രണമുണ്ടായിരുന്നു. വിജയുടെ മക്കൾ ഇയക്കം എന്ന ആരാധക സംഘടനയിലെ ആൾക്കൂട്ടം ഭാവിയിൽ വോട്ടായി മാറുമെന്ന ഒരു ദീർഘവീക്ഷണം, അതാണ് രാഷ്ട്രീയത്തിലേക്കുള്ള വിജയുടെ വരവിന് ഗതികോർജം പകർന്നത്. 90കളുടെ അവസാനത്തിൽ തന്നെ തമിഴ് സിനിമയിൽ തൻ്റേതായ ഒരിടം കണ്ടെത്താൻ വിജയന് കഴിഞ്ഞിരുന്നു. ഫാൻസ് അസോസിയേഷനുകളും തമിഴ്നാട്ടിലുടനീളം രൂപീകരിക്കപ്പെട്ടതും ഏതാണ്ട് ഇതേ കാലത്താണ്. ഈ ഫാൻസ് അസോസിയേഷനുകളെ ഏകോപിപ്പിച്ച് 2009-ലാണ് വിജയ് മക്കൾ ഇയക്കം എന്ന സംഘടന രൂപീകരിക്കുന്നത്. അപ്പോഴേക്കും തമിഴ് സിനിമയിലെ ടോപ്പ് ടയർ നായകന്മാരിലേക്ക് വിജയ് എത്തിക്കഴിഞ്ഞു. വിജയുടെ അച്ഛൻ SA ചന്ദ്രശേഖർ ആയിരുന്നു ഈ വിജയ് മക്കൾ ഇയക്കം എന്ന സംഘടനയുടെ രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ചത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാണ് ഈ സംഘടന ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം, യുവതികൾക്ക് വിവാഹ ധനസഹായം, മികച്ച വിജയം നേടുന്നവർക്ക് ഉപഹാരങ്ങൾ, സൗജന്യമായി നിയമസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ, സൗജന്യ പ്രഭാത ഭക്ഷണം നൽകുന്ന വിലയില്ലാ വിരുന്നകങ്ങൾ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് പയ്യെ വിജയ് എന്ന പേര് ഈ സംഘടന വഴി എത്തിച്ചേർന്നു. മുൻ മുഖ്യമന്ത്രി MGRന്റെ ആരാധക സംഘടനയായിരുന്ന MGR മണ്ഡലത്തോടാണ് വിജയ് മക്കൾ ഇയക്കത്തെ പൊതുവെ താരതമ്യം ചെയ്യാറുള്ളത്. എന്നാൽ പൂർണ്ണമായും രാഷ്ട്രീയ മുക്തമായിരുന്നില്ല ഈ ഇയക്കം. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ സംഘടന അണ്ണാ DMKയ്ക്ക് പിന്തുണ നൽകിയിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ പലയിടത്തും ഈ സംഘടനാ ഭാരവാഹികൾ സ്വതന്ത്രരായി മത്സരിച്ചു. ഈ ആരാധക സംഘടന 2024 ഫെബ്രുവരി 2-ന് തമിഴക വെട്രി കഴകം അഥവാ TVK എന്ന പാർട്ടിയായി മാറി. പതിറ്റാണ്ടുകളായി തമിഴകം ഭരിക്കുന്ന DMK, അണ്ണാ DMK എന്നീ ദ്രാവിഡ കക്ഷികൾക്ക് പിന്നാലെ പോകാതെ സ്വതന്ത്രമായി സ്വന്തം വഴി വെട്ടിത്തുറന്ന് മുന്നോട്ട് നീങ്ങാനാണ് വിജയ് ഈ പാർട്ടി വഴി തീരുമാനിച്ചത്. DMK മുന്നോട്ട് വയ്ക്കുന്ന കുടുംബ രാഷ്ട്രീയത്തെയും BJPയുടെ ഹിന്ദുത്വ വർഗീയതയെയും ഒരുപോലെ ഈ പാർട്ടി വിമർശിച്ചു. ജയലളിതയുടെ മരണത്തോടെ ശിഥിലമായ അണ്ണാ DMKയുടെ സ്പേസും
5 വർഷം നീണ്ട DMK ഭരണത്തിനെതിരായുള്ള ജനവിരുദ്ധ വികാരവും വിജയ് കൃത്യമായി ഉപയോഗിച്ചു. DMKയും BJPയും പേരെടുത്ത് വിമർശിച്ചപ്പോഴും അത്രയധികം ആഴത്തിൽ ADMKയെ വിജയ് വിമർശിച്ചില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. വിജയുടെ രാഷ്ട്രീയ പ്രഖ്യാപനത്തോടെ തന്നെ തമിഴ്നാടിന്റെ രാഷ്ട്രീയ കളിക്കളം ആകെ മാറി മറിഞ്ഞു. വിജയ് പങ്കെടുത്ത മാനാടുകളിൽ ഒഴുകിയെത്ത ജനത തമിഴ്നാടിന്റെ പരമ്പരാഗത രാഷ്ട്രീയത്തിന് വേറിട്ട കാഴ്ചയായിരുന്നു. ഇക്കണ്ട ജനക്കൂട്ടമൊക്കെ വിജയ് എന്ന നടനെ മാത്രം കാണാൻ വരുന്നവരാണെന്ന് നേതാക്കളും രാഷ്ട്രീയ നിരീക്ഷകരും ആവർത്തിച്ചു പറയുമ്പോഴും അവർ ഈ ജനക്കൂട്ടത്തെ തെല്ലും ഭയന്നിരുന്നു. മുന്നണി പ്രവേശനത്തിനായി കൈകൊടുക്കാൻ ശ്രമിച്ച അണ്ണാ DMKയെയും സീമാന്റെ നാം തമിഴർ കക്ഷിയെയും വിജയ് അടുപ്പിച്ചതേയില്ല. ഒറ്റയ്ക്കായിരുന്നു അയാൾ വന്നത്. ഒറ്റയ്ക്ക് തന്നെ അയാൾ നേടുകയും ചെയ്തു. നൂറ്റാണ്ടിലേറെയായി ദ്രാവിഡ രാഷ്ട്രീയത്തിനും അപ്പുറം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ആഴത്തിൽ വേരോട്ടമുണ്ടാക്കാൻ തമിഴ്നാട് ജനത സമ്മതിച്ചിട്ടില്ല. അതിന് DMKയും അണ്ണാ DMKയും ഒരിക്കലും അനുവദിച്ചിട്ടുമില്ല. DMKയുടെ പകപോക്കലിൽ പൊലിഞ്ഞുപോയ വിജയകാന്തിന്റെ രാഷ്ട്രീയ ജീവിതം ഇതിനൊരു നേരുദാഹരണമാണ്. രാഷ്ട്രീയപരമായും വ്യക്തിപരമായും ഒക്കെ ആക്രമിക്കാൻ അവർക്ക് എല്ലായ്പ്പോഴും എളുപ്പത്തിൽ കഴിഞ്ഞിരുന്നു. കോൺഗ്രസും BJPയും ഉൾപ്പെടെയുള്ള ദേശീയ പാർട്ടികൾക്ക് പോലും തമിഴ്നാടിന്റെ മണ്ണിൽ ഒരുതരം വിലക്കേർപ്പെടുത്താൻ DMKയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഇന്നലെ പെയ്ത മഴയിൽ കുരുത്ത TVK എന്ന പാർട്ടിയുമായി വിജയ് എത്തുന്നത്. തിരഞ്ഞെടുപ്പിന് ഒരുങ്ങിയപ്പോൾ തന്നെ വിജയ്ക്ക് പ്രതിസന്ധികളുടെ വേലിയേറ്റമായിരുന്നു. അതിനിടെ ഒരു ഇടുത്തി പോലെയാണ് കരൂർ ദുരന്തം സംഭവിച്ചത്. ഒരു പക്ഷേ മറ്റേതൊരു രാഷ്ട്രീയ നേതാവിനും അയാളുടെ രാഷ്ട്രീയ അന്ത്യത്തിനുള്ള നാന്ദി കുറിക്കലായി മാറുമായിരുന്നു കരൂർ ദുരന്തം. എന്നാൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള CBI അന്വേഷണവും വിജയ്ക്ക് ബാലികേറാ മലയായി തന്നെ വന്നു നിന്നു. അവസാന ചിത്രമെന്ന ലേബലിലെത്തിയ ജനനായകൻ എന്ന ബിഗ് ബജറ്റ് സിനിമ പെട്ടിയിൽ നിന്നും പുറത്തെടുക്കാൻ അനുവദിച്ചില്ല. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഭാര്യ നൽകിയ ഡിവോഴ്സ് പെറ്റീഷനും അതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയ നടിയുമായുള്ള ബന്ധവുമൊക്കെ തിരഞ്ഞെടുപ്പ് വേളയിൽ ചൂടേറിയ ചർച്ചാ വിഷയങ്ങളായി. ഒടുവിൽ തിരഞ്ഞെടുപ്പ് ഗോതിയിലേക്ക് മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികളെ പോലും കിട്ടാതെ വിജയ് നന്നേ പാടുപെട്ടു. എന്തുകൊണ്ട് എങ്ങനെ TVK ഈ വിജയം നേടിയെന്ന് ചോദിച്ചാൽ വിജയ് എന്ന ബ്രാൻഡിനെ കൃത്യമായി മാർക്കറ്റ് ചെയ്തു എന്ന് വേണം എളുപ്പത്തിൽ ഉത്തരം പറയാൻ. കമലഹാസനും വിജയകാന്തും സിനിമാ കരിയർ അവസാനത്തിലേക്ക് എത്തിയപ്പോഴാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതെങ്കിൽ വിജയ് തൻ്റെ കരിയറിൻ്റെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ 50-ാം വയസ്സിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി എന്നത് അയാൾക്ക് കൂടുതൽ ഗുണം ചെയ്തു. അത് കൃത്യമായി TVK മാർക്കറ്റും ചെയ്തു. ഒരു സിനിമയ്ക്ക് 200 കോടിക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്ന വിജയ് കേവലം പണത്തിനു വേണ്ടിയല്ല രാഷ്ട്രീയത്തിലേക്ക് എത്തിയതെന്ന ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതുവഴി TVKയ്ക്ക് കഴിഞ്ഞു. 234 മണ്ഡലങ്ങളിലും വിസിൽ ചിഹ്നത്തിൽ വിജയാണ് മത്സരിക്കുന്നതെന്ന് എല്ലാ പ്രസംഗങ്ങളിലും വിജയ് മറക്കാതെ പറഞ്ഞിരുന്നു. 108 സീറ്റുകളിലാണ് TVK ഇത്തവണ വിജയിച്ചത്. പേരമ്പൂരും തിരുച്ചി ഈസ്റ്റിലും വിജയ് തന്നെയാണ് ജയിച്ചത്. ഒരു സീറ്റിൽ വിജയ് രാജിവെക്കുമ്പോൾ സീറ്റുകളുടെ എണ്ണം ആകെ 107 ആകും. അതിൽ 106 പേരും ആദ്യമായാണ് നിയമസഭ കാണുന്നതെന്ന് ഓർക്കണം. ഗോപിച്ചെട്ടിപ്പാളയത്ത് നിന്ന് ജയിച്ചു വന്ന KA സെങ്കോട്ടയ്യൻ മാത്രമാണ് ഇതിനു മുമ്പ് നിയമസഭയിലെത്തി ഒരു അനുഭവ പരിചയമുള്ള ഒരാൾ. വിജയ് എന്ന ബ്രാൻഡും വിസിൽ എന്ന ചിഹ്നവും മാത്രമാണ് വോട്ടായി മാറിയതും 108 സീറ്റുകളിലെ മിന്നും വിജയത്തിലേക്ക് എത്തിച്ചതും. അതിനോടൊപ്പം വൻ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു TVKയുടെ പ്രചാരണത്തിൽ. ജയിച്ചാൽ എല്ലാ മാസവും മണ്ഡല സന്ദർശനം, യുവതികൾക്ക് വിവാഹത്തിന് 1 പവനും പട്ടുസാരിയും, കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6 സൗജന്യ പാചകവാതക സിലിണ്ടർ, 60 വയസ്സിൽ താഴെയുള്ള സ്ത്രീകൾക്ക് മാസം 2500 രൂപ, നവജാത ശിശുക്കൾക്ക് സ്വർണ്ണമോതിരം, മക്കളുടെ പഠനത്തിനായി അമ്മമാർക്ക് 15,000 രൂപ എന്നിവയൊക്കെയായിരുന്നു TVK വോട്ടർമാർക്ക് മുന്നിൽ വെച്ച വാഗ്ദാനങ്ങൾ. 30 വർഷത്തെ സിനിമാ മേഖലയിലെ എക്സ്പീരിയൻസ് വിജയ് ഏറ്റവും കൃത്യമായി ഉപയോഗിച്ചത് തൻ്റെ പ്രസംഗങ്ങളിലാണ്. എന്തു പറഞ്ഞാൽ ജനം കൈയടിക്കുമെന്ന് വിജയ്ക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ലായിരുന്നു. വൈറൽ സ്പീച്ചുകൾ കട്ട് ചെയ്ത് വിജയുടെ പാട്ടുമിട്ട് റീലാക്കാൻ ഒരു PR ടീമിൻ്റെയും ആവശ്യം വിജയ്ക്ക് വേണ്ടി വന്നില്ല എന്നതാണ് സത്യം. വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെടുന്ന രക്ഷകൻ യഥാർത്ഥ ജീവിതത്തിലും രക്ഷകനായി എത്തുമെന്ന വിശ്വാസം തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ഉപബോധം മനസ്സിലേക്ക് പടർത്താനായി എന്നതാണ് വിജയ് നയിക്കുന്ന TVKയുടെ വിജയത്തിൻ്റെ ട്രേഡ് സീക്രട്ട്. TVKയെ എതിർക്കാതെ ഒഴിവാക്കി വിട്ട സ്റ്റാലിൻ്റെ തന്ത്രവും ഫലം കണ്ടില്ല. ഒടുവിൽ സ്വന്തം മണ്ഡലത്തിൽ പരാജയപ്പെട്ട മുഖ്യമന്ത്രി എന്ന ചീത്തപ്പേരും സ്റ്റാലിന് സ്വന്തമായി. കന്നി അംഗത്തിൽ തന്നെ വിജയ് സ്വന്തമാക്കിയ 35% വോട്ട് വിഹിതത്തിൽ അപ്രസക്തമായത് MGR 1977 സ്വന്തമാക്കിയ 33.5% എന്ന നേട്ടമാണ്. അധികാരമാണ് നിലനിൽപ്പിന്റെ അടിസ്ഥാനമെന്ന് വിശ്വസിക്കുന്ന പുതിയ ദ്രാവിഡ വിശ്വാസങ്ങൾക്ക് നേരെയാണ് വിജയ് ഈ തിരഞ്ഞെടുപ്പിലൂടെ വിരൽ ചൂണ്ടിയത്.
MGRും ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ തന്നെയായിരുന്നു ചുവടുറപ്പിച്ചിരുന്നത്. അധികാരത്തിന്റെ ഭീകരത തല പൊക്കി തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് കരുണാനിധിയുടെ നേതൃത്വത്തിലുള്ള DMKയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. സമൂഹത്തിന്റെ വിവിധ ശ്രേണിയിലുള്ളവരെ അണിനിരത്തിക്കൊണ്ടാണ് വിജയ് നിയമസഭയിലേക്ക് എത്തുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട TVK MLAമാരിൽ ഓട്ടോ ഡ്രൈവർ മുതൽ IRS ഉദ്യോഗസ്ഥർ വരെ ഉൾപ്പെടുന്നുണ്ട്. വിജയിച്ചവരിൽ ഹൃദ്രോഗ വിദഗ്ധനടക്കം 8 ഡോക്ടർമാരും 17 എഞ്ചിനീയറിംഗ് ബിരുദധാരികളും ഉൾപ്പെടുന്നു. ബിരുദാനന്തര ബിരുദധാരികളും സോഷ്യൽ മീഡിയ താരങ്ങളുമൊക്കെ ഈ MLAമാരുടെ കൂട്ടത്തിലുണ്ട്. വിജയിച്ചവരിൽ 13 പേർ വനിതകളാണ്. കൂടാതെ തമിഴ്നാട് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഭിന്നശേഷി വിഭാഗക്കാരനും ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. K. കാമരാജിന്റെ ഭരണകാലത്തിന് ശേഷം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ദ്രാവിഡ പാർട്ടികളിൽ നിന്നല്ലാതെ ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് ഇതാദ്യമാണ്. അണ്ണാദുരൈ, കരുണാനിധി, MGR, ജയലളിത, സ്റ്റാലിൻ തുടങ്ങിയ ദ്രാവിഡ നേതാക്കളുടെ ഭരണ തുടർച്ചയ്ക്കാണ് ഇതോടെ ഒരു വലിയ മാറ്റമുണ്ടായിരിക്കുന്നത്. തമിഴ്നാട് രാഷ്ട്രീയ ചരിത്രത്തിലെ പുതിയ അധ്യായത്തിനാണ് തമിഴ്നാടിനെ സാക്ഷ്യം വഹിക്കുന്നത്. റീലിലും റിയലിലും താനൊരു സൂപ്പർ സ്റ്റാർ ആണെന്ന് തെളിയിച്ച വിജയ്ക്ക് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ അത്ര എളുപ്പമാകാൻ സാധ്യതയില്ല. പ്രത്യേകിച്ചും ഒരു ക്രിസ്ത്യാനി എന്നതാണ് അദ്ദേഹത്തിന്റെ മതപരമായ അസ്തിത്വം എന്നതുകൊണ്ടും ദേശീയ സാർവദേശീയ ക്രൈസ്തവ സംഘടനകളുമായി അദ്ദേഹത്തിന് വഴിവിട്ട ബന്ധമുണ്ടെന്നുമുള്ള സംഘപരിവാർ പ്രചാരണങ്ങളുടെ ഈ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ കുറച്ചു കടുപ്പമാകാൻ സാധ്യതയുണ്ട്. ഈ സംഘപരിവാർ സംഘടനകൾക്ക് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിലുള്ള സ്വാധീനം കൂടി പരിശോധിക്കുമ്പോൾ ഈ വഴി കുറച്ച് ദുഷ്കരം തന്നെ. എങ്കിലും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഒരു യഥാർത്ഥ മതേതര സോഷ്യലിസ്റ്റ് ഭരണത്തോടുള്ള തന്റെ പ്രതിബദ്ധത വിജയ് അടിവരയിട്ട സ്ഥിതിക്ക് ദളപതിയിൽ നിന്ന് ഇനിയുള്ള മാജിക്കിനായി നമുക്ക് കാത്തിരിക്കാം.